വായ്പ ഗെയിം ആപ്പ് തട്ടിപ്പിൽ വൈപ്പിൻ സ്വദേശി റാഫേൽ ജെയിംസ് റൊസാരിയോയെ ഇ ഡി ചോദ്യം ചെയ്യുന്നു. കള്ളപ്പണം വിദേശത്തേക്ക് കടത്തി എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ. വിനിത വിജി ചേരുന്നുണ്ട് വീണ്ടും കൊച്ചിയിൽ നിന്ന്. വിനിത, എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? സ്മിത, അതായത് ഈ ഓൺലൈൻ ഗെയിം ആപ്പുകളിലൂടെ വലിയ തോതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടക്കുന്നുണ്ടെന്ന് ഇ ഡിക്ക് വിവരം ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ കേസെടുക്കുകയും ഇ ഡി അതിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം ചില കേന്ദ്രങ്ങൾ കൊച്ചിയിലെയും ഒപ്പം തന്നെ സംസ്ഥാനത്തിന് പുറത്തുമൊക്കെ വിവിധ കേന്ദ്രങ്ങളിൽ ഇ ഡിയുടെ റെയ്ഡ് ഉണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ ഈ ഓൺലൈൻ വായ്പാ ഗെയിം കമ്പനികൾ വഴി കള്ളപ്പണം വിദേശത്തേക്ക് കടത്തിയ റാഫേലിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു. ഇപ്പോൾ ഈ റാഫേലിനെയാണ് ഇ ഡി ചോദ്യം ചെയ്തത്. റാഫേൽ ജെയിംസ് റൊസാരിയോനെ ഇന്ന് രാവിലെയോട് കൂടിയാണ് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകണമെന്ന് ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. തുടർന്നാണ് അദ്ദേഹം രാവിലെയോട് കൂടി കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ 123 കോടി രൂപ ഈ വിവിധ കമ്പനികളുടെ നിക്ഷേപമാണ്. 123 കോടി രൂപ ഇ ഡി മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ റാഫേലിന്റെ ബിസിനസ്സിൽ പങ്കാളിയായ വർഗീസിനെയും ഇ ഡി ചോദ്യം ചെയ്യുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. സ്മിത, ശരി. വിനിത വിജിയാണ് വിവരങ്ങളുമായി ചേർന്നത്. ഓൺലൈൻ വായ്പാ ഗെയിം ആപ്പ് തട്ടിപ്പിൽ വൈപ്പിൻ സ്വദേശി റാഫേൽ ജെയിംസ് റൊസാരിയോയെ ഇ ഡി ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്.